നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വീണ്ടും വലിയ യുദ്ധ സാഹചര്യങ്ങളിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റമൊന്നുമില്ല. അതായത് പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി മാറുന്നില്ല. ലോകരാജ്യങ്ങൾ നമ്മളടക്കം നമ്മുടെ ഭാരതമടക്കമുള്ള രാജ്യങ്ങളുടെ ആ ഒരു പ്രതിസന്ധി രൂക്ഷമാകുമോ എന്നൊരു ഭയപ്പാടിലാണ്. ഫ്രാൻസിലെ G7 ഉച്ചകോടിയിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രതിനിധികളും തമ്മിൽ വെപ്പുവെച്ച ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് തകർന്ന് തരിപ്പണമായതോടെ പുതിയ ഒരു പ്രതിസന്ധി പശ്ചിമേഷ്യയിൽ ഉടലെടുക്കുകയായിരുന്നല്ലോ. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ 14 ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സമാധാന കരാർ ഒപ്പുവെച്ചപ്പോൾ സത്യത്തിൽ നമ്മൾ പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി ഒഴിഞ്ഞുപോയി അല്ലെങ്കിൽ ദേ നിന്നു എന്നൊക്കെയാണ് കരുതിയിരുന്നത്. എന്നാൽ ലോകത്തിന്റെ ആശ്വാസം മണിക്കൂറുകൾ പോലും നീണ്ടു നിന്നില്ല എന്നതാണ് ഒരു വസ്തുത. തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് തൊട്ടു പിന്നാലെ അമേരിക്ക ഇറാന്റെ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾക്ക് നേരെ അതിശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതോടെ 23 ദിവസം മാത്രം നീണ്ടുനിന്ന താൽക്കാലിക ശാന്തി അതിനന്ത്യമായി. അമേരിക്കയുടെ ഈ ചതി അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കത്തിന് തൊട്ടു പിന്നാലെ ഇറാൻ വളരെ ശക്തമായ മറുപടിയും തിരിച്ചു നൽകി. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയിട്ടുള്ള പ്രത്യാക്രമണം പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും ഒരു പൂർണ്ണ തോതിലുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധമാക്കി മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. യഥാർത്ഥത്തിൽ ഈ കരാറിലെ ഭൂരിഭാഗം നിർദ്ദേശങ്ങൾക്കും ഇറാൻ അനുകൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അങ്ങോട്ട് തൃപ്തി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അനുകൂലമായ ഒരു കരാർ വരണം. പിന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ ഒരു കുടിച്ചുവെള്ളത്തിലും വിശ്വസിക്കുന്ന ഒരു സ്വഭാവമില്ല. കാരണം അതിനു മുമ്പ് അമേരിക്ക പറഞ്ഞതൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പിന്നീട് തള്ളി പറഞ്ഞുകൊണ്ട് പുതിയ നുണകളൊക്കെയാണ് ട്രംപ് ഇറക്കിവിട്ടുകൊണ്ടിരുന്നത്. അമേരിക്കയെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിൽ തന്നെയായിരുന്നു ഇറാന്റെ സുപ്രീം ലീഡർ മുജ്തബ ഖമേനി. അതുകൊണ്ട് തന്നെ ഒരു താൽക്കാലിക സമാധാന ശ്രമം മാത്രമായിട്ടാണ് ഇറാൻ തുടക്കം മുതൽ ഇതിനെ കണ്ടത്, ഒരു കരാറായിട്ടല്ല. കരാറിന്റെ ഭാഗമായി ഒട്ടനവധി വിട്ടുവീഴ്ചകൾക്ക് അമേരിക്ക തയ്യാറാണ് എന്ന് ആദ്യം പ്രഖ്യാപിച്ചിരുന്നു. നമുക്കറിയാം ഇറാന്റെ സ്വത്ത് അമേരിക്ക കൈയടച്ചിരിക്കുന്ന സ്വത്ത്, അതുപോലെ ഉപരോധങ്ങൾ, ഇതൊക്കെ നീക്കം ചെയ്യും എന്ന വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയിരുന്ന നാവിക നിരോധനം നീക്കുമെന്നും ഇറാനിയൻ ക്രൂഡ് ഓയിൽ വിൽപ്പനയ്ക്ക് മേലുണ്ടായിരുന്ന കടുത്ത ഉപരോധങ്ങൾ ഒഴിവാക്കുമെന്നും ഒക്കെ അമേരിക്ക അന്ന് സമ്മതിച്ചിരുന്നു. മാത്രമല്ല $4 ബില്യൺ വൻ വരുമാനമാണ് ഇറാൻ അതിലൂടെ സ്വന്തമാക്കിയത്. കൂടാതെ ഇസ്രായേൽ ലബനനിൽ നടക്കുന്ന അക്രമങ്ങൾ അത് അവസാനിപ്പിക്കണം എന്നുള്ള ഇറാന്റെ പ്രധാന ആവശ്യം അമേരിക്ക അംഗീകരിച്ചിരുന്നു, അത് ഇസ്രായേൽ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ഇറാന്റെ മിസൈൽ ശേഷി കുറയ്ക്കണം എന്നതിലും ഹൂത്തികള്, ഹമാസ്, ഹിസ്ബുല്ല തുടങ്ങിയ സായുധ സംഘടനകളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം എന്നുമുള്ള ഇസ്രായേലിന്റെ ആവശ്യങ്ങൾ കരാറിൽ ഉൾപ്പെടുത്താൻ ഇസ്രായേൽ പറഞ്ഞിരുന്നുവെങ്കിലും ഇറാൻ പൂർണ്ണമായി അത് വിസമ്മതിക്കുകയാണ് ചെയ്തത്. നടക്കില്ല, അത് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തലാക്കാനുള്ള വ്യവസ്ഥകൾ കരാറിൽ ഇല്ലാതിരുന്നതും അമേരിക്കൻ ഭരണകൂടത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. കാര്യം അമേരിക്ക തുടക്കത്തിലെ തന്നെ 2 ആവശ്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. പണ്ട് ഇറാഖിന്റെ കാലത്തും അങ്ങനെ തന്നെ. ഇറാഖിനെ അടിക്കാൻ നിൽക്കുമ്പോൾ അവിടെ രാസായുധങ്ങളുണ്ട്, ആണവായുധ ശേഖരമുണ്ട്, യുറേനിയം ഉണ്ട് എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് അടിച്ചത്. അടി കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒന്നും ഇല്ല എന്ന് മനസ്സിലായത്. അതുപോലെ ഇവിടെ കുറെ യുറേനിയം ഉണ്ട് എന്ന് ഇറാൻ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് എടുത്തുകൊണ്ട് പോകണം, അതുമേലൊരു കരാറ് വരണം. അതൊക്കെ അമേരിക്കയുടെ ആവശ്യമായിരുന്നു. ഈ യുദ്ധത്തിന്റെ ഒരു ഉദ്ദേശം തന്നെ അത് തന്നെയായിരുന്നു. പക്ഷെ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് കിട്ടുന്നത്. ഇറാനെ തകർക്കുന്നുണ്ടെങ്കിലും അമേരിക്കയും അതോടൊപ്പം തകർന്നു പോകുന്നു എന്നത് ഒരു വലിയ പരാജയമാണ് എന്ന് ട്രംപ് ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് കരുതി ഈ കരാറുകളൊക്കെ അവർ അവതരിപ്പിച്ചതും പിന്നീട് ഒപ്പുവെച്ചതും. ഇതിനിടയിൽ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം നിലനിർത്താൻ തന്നെയാണ്, ശക്തമായി തങ്ങളുടെ പക്കത്തിൽ നിലനിർത്താൻ തന്നെയാണ് ഇറാൻ തീരുമാനിച്ചത്. കരാർ പ്രകാരം ഒമാന് കുറെ മേൽനോട്ട അവകാശങ്ങൾ നൽകിയിരുന്നുവെങ്കിലും അതിന്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇറാൻ ഒമാൻ ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമേ തീരുമാനിക്കൂ എന്നത് ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ മേധാവിത്വം വ്യക്തമാക്കുന്നതായിരുന്നു. ഇതിനിടയിൽ ചില അന്താരാഷ്ട്ര കപ്പലുകൾ ഇറാൻ നിർദ്ദേശിച്ച സുരക്ഷാ റൂട്ട് മാറി സഞ്ചരിക്കാൻ ശ്രമിച്ചപ്പോൾ ഇറാൻ കർശനമായി മുന്നറിയിപ്പ് നൽകുകയും ജൂൺ 28 ഒരു വാണിജ്യ കപ്പലിന് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. ഇത് ഹോർമൂസ് മേഖലയെ വീണ്ടും ഒരു വലിയ സംഘർഷത്തിലേക്ക്, ഒരു സൈനിക സംഘർഷത്തിലേക്ക് തള്ളിവിട്ടു. കാരണം അമേരിക്ക പറഞ്ഞിരുന്നു അതുവഴി പോട്ടെ, ഞങ്ങൾ സംരക്ഷിച്ചോളാമെന്ന്. എന്നാൽ അമേരിക്ക വാഗ്ദാനം ചെയ്ത സുരക്ഷാ ഉറപ്പുകളൊക്കെ പരാജയപ്പെട്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി, അതായത് അമേരിക്കയ്ക്ക് ഒരു വലിയ നാണക്കേട് കൂടി
ആഗോളതലത്തിൽ ഉയർന്നു വരുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഇതിനിടയിലാണ് അന്തരിച്ച ഇറാന്റെ സുപ്രീം ലീഡറുടെ വിലാപയാത്രയും ഔദ്യോഗിക സംസ്കാര ചടങ്ങുകളുമൊക്കെ നടക്കുന്നത്. ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഈ ചടങ്ങുകൾ പങ്കെടുത്തത്. അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങളും ഭീഷണികളും എല്ലാം നിലനിൽക്കുമ്പോഴും സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, ഈജിപ്ത്, തുർക്കി തുടങ്ങി മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും റഷ്യ, ചൈന, ഇന്ത്യ തുടങ്ങിയ ആഗോള വൻ ശക്തികളുമൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്നത് ലോകത്തിന് കൃത്യമായ ഒരു സന്ദേശമാണ് നൽകിയത്. ഇറാൻ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടിട്ടില്ല എന്നും വലിയൊരു സഖ്യം അവർക്കൊപ്പം ഉണ്ട് എന്നുമൊക്കെ തെളിയിക്കുന്നതായിരുന്നു സത്യത്തിൽ ഈ പങ്കാളിത്തം. തൊട്ടയൽ രാജ്യമായ ഇറാഖിലും വലിയ രീതിയിൽ തന്നെ അനുശോചന ചടങ്ങുകൾ നടന്നു. അമേരിക്ക തകർക്കാൻ ശ്രമിച്ച ഇറാന്റെ ഭരണകൂട സംവിധാനങ്ങളും സ്വാധീനങ്ങളും എല്ലാം ഇപ്പോഴും അതിശക്തമായി നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവാണ്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു നാണക്കേടായിരുന്നു അതൊക്കെ. നിലവിലുള്ള സാഹചര്യം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ യുദ്ധം മിക്കവാറും മറ്റു മേഖലയിലേക്ക് കൂടി വ്യാപിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇറാന്റെ വൈദ്യുതി ഗ്രിഡുകളും ജലവൈദ്യുത നിലയങ്ങളൊക്കെ, സിവിലിയന്മാർ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെയൊക്കെ അമേരിക്ക ആക്രമണം നടത്തിയാൽ ഹൂത്തികളുടെ സഹായത്തോടെ ഹോർമസ് കടലിടുക്കിലും അതുപോലെ മാണ്ഡബ് കടലിടുക്കിലും ഒക്കെ കപ്പൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുത്തുമെന്നാണ് ഇറാൻ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സംഘർഷങ്ങളുടെ ഫലം ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഇതിനോടൊപ്പം തന്നെ കുതിച്ചു ഉയരാൻ കാരണമായിട്ടുണ്ട്. ദോഹയിൽ വെച്ച് നടക്കാനിരിക്കുന്ന സമാധാന ചർച്ചകൾ എത്രയും വേഗം ഫലം കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സംഘർഷം സത്യത്തിൽ മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങാത്ത ഒരു ആഗോള സാമ്പത്തിക സൈനിക പ്രതിസന്ധിയായി മാറും എന്ന ഒരു ഭീതിയിൽ തന്നെയാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ. തുടർച്ചയായ ആക്രമണങ്ങൾ, അത്തരത്തിലുള്ള തുടർച്ചയായ ആക്രമണങ്ങൾക്കിടയിലും ചർച്ചകൾക്ക് സാധ്യത ഉണ്ട് എന്നാണ് ട്രംപ് ഇപ്പോഴും അവകാശപ്പെടുന്നത്. എന്നാൽ അമേരിക്കയുടെ വാക്കുകളെ സംശയത്തോടെ മാത്രമാണ് ഇറാൻ നോക്കി കാണുന്നത്. US നൽകുന്ന സുരക്ഷാ കവചത്തിന്റെ ഫലപ്രാപ്തി ഇപ്പോൾ ഹോർമോസിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വിജയകരമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ, അതായത് ചെയ്യുമെന്ന് പറഞ്ഞത് ചെയ്തത്, കപ്പലിനെ തകർത്തതൊക്കെ ട്രംപിനെ വീണ്ടും ചർച്ചകളൊക്കെ തിരിയാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തലുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അങ്ങനെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയോടും ഇറാനോടും ഒരേപോലെ നല്ല നയതന്ത്ര ബന്ധം പുലർത്തുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ മധ്യസ്ഥത വഹിക്കണം എന്ന ഒരു ആവശ്യം ശക്തമായി വരുന്നുണ്ട്. മുമ്പ് ഖത്തറും പാകിസ്ഥാനും ചേർന്നുണ്ടാക്കിയ കരാർ 1 മാസം പോലും തികച്ചു നീണ്ടു നിന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയൊരു ചർച്ചയ്ക്കായി ഇറാനെ സമ്മതിപ്പിക്കുക എന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഇറാൻ വഴിക്ക് വരണമെങ്കിൽ ഇന്ത്യ പോലെയുള്ള ശക്തമായ രാജ്യങ്ങൾ ഇടപെട്ട് മധ്യസ്ഥ പ്രവൃത്തിക്ക് നിൽക്കണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ അത്ര വിശ്വാസമില്ല, കുടിച്ച വെള്ളത്തിലും വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് ഇതിനോടകം തന്നെ ഇന്ത്യയും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കരാർ ഇന്ത്യയുടെ നേതൃത്വത്തിൽ വന്നാൽ അത് വരേണ്ടതുപോലെ തന്നെ വരും, അമേരിക്ക വരുതിക്ക് തന്നെ നിൽക്കേണ്ടി വരും എന്നതുകൊണ്ട് അമേരിക്ക അങ്ങനെ നിൽക്കാത്ത ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് ഇന്ത്യ ഈ കാര്യത്തിൽ ഒരു മധ്യസ്ഥ വഹിക്കൂ എന്നാണ് അറിയാൻ വയ്യാത്തത്. സത്യത്തിൽ ശക്തമായ ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്ന രാജ്യങ്ങൾ അമേരിക്കയുടെ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഈ പിടിവാശി മൂലമാണ് ഇടപെടാതിരിക്കുന്നത്. കാരണം അവർക്ക് നാണം കെടാൻ വയ്യ. ഇറാനുമായി നല്ല ബന്ധത്തിലാണ് ഇന്ത്യ. ആ ഒരു ബന്ധം ഉള്ളത് കൊണ്ട് തന്നെയാണ് ആയത്തുള്ള അലി ഖമൈനിയുടെ സംസ്കാര ചടങ്ങുകളിൽ ഇന്ത്യ പ്രതിനിധികൾ അയച്ചതും ഇന്ത്യയുടെ പ്രാതിനിധ്യം അവിടെ അറിയിച്ചതും. അത്തരത്തിലുള്ള ഒരു നല്ല ബന്ധം തകർക്കാൻ ഇന്ത്യ തയ്യാറാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിൽ തന്നെയാണ്. അത് ഒരു ലോക യുദ്ധമായി മാറാൻ ഇനി എത്ര കാലം എടുക്കും എന്നത് മാത്രമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഈ യുദ്ധം അവസാനിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ലോക യുദ്ധം തന്നെ ഒരുപക്ഷെ പ്രതീക്ഷിക്കേണ്ടി വരും. Different angles. Don't forget to subscribe and support this channel.